അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ രാജ്യത്തിന് മുൻപാകെ കേരളത്തിന്റെ യശസ് വാനോളം ഉയർത്തുന്ന ഒരു നമ്മുടെ നീറ്റ് 2024 റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പല പല വിവാദങ്ങൾ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് വന്നിരുന്നത്. കാരണം ബ്രില്യന്റിനെ സംബന്ധിച്ച് 700-ന് മുകളിൽ കുറേ കുട്ടികൾക്ക് ഇവിടുന്ന് റാങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു മിടുക്കനായിട്ടുള്ള കുട്ടിയാണ് ശ്രീഹരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. 705 മാർക്കാണ്. 720-ൽ 705 മാർക്ക് എന്ന ഉയർന്ന സ്കോർ നേടിയ ശ്രീഹരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ശ്രീഹരിയുടെ വിശേഷങ്ങളും അതുപോലെ ശ്രീഹരിക്ക് നമ്മുടെ ഇഷ്ടം പോലെ കുട്ടികൾക്കും ഈ ഒരു എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ള ആ ഒരു സ്വപ്നം ഉള്ളിൽ കൊണ്ടുനടക്കുന്ന കുറേ കുട്ടികളുണ്ടാവും. അപ്പൊ അവരോടും കുറേ കാര്യങ്ങൾ ശ്രീഹരിക്ക് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ശ്രീഹരിയോട് ഓരോ വിശേഷങ്ങളായിട്ട് ചോദിച്ചറിയാം. ഹായ് ശ്രീഹരി. ഹലോ. ഇത്രയും ഉയർന്നൊരു വിജയം, 705 മാർക്ക്, മോന് ഈ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ ഇത്രയും നല്ലൊരു സ്കോർ വാങ്ങിച്ച് ഇങ്ങനെ ഈ ബ്രില്യന്റിന്റെ ഒരു ഭാഗമായി വരാനായിട്ട് പറ്റുന്നുള്ളത്? ആദ്യമൊന്നും എനിക്ക് അങ്ങനെ ഇത് ഉറപ്പൊന്നുമില്ലായിരുന്നു. പിന്നെ എന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് പിന്നെ സ്കിൽസ് ഒക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവന്നു. അപ്പോൾ മോൻ ഏത് ബാച്ചിനായിരുന്നു ഇവിടെ ജോയിൻ ചെയ്തിരുന്നത്? ഞാൻ 230. അപ്പോൾ റിപ്പീറ്റർ ബാച്ചിലായിരുന്നു അല്ലേ? അപ്പോൾ വളരെയധികം 2 years നീണ്ടു നിൽക്കുന്ന ഒരു ജേർണി ആയിരുന്നു അല്ലെ? എന്നുവെച്ചാൽ അത്രയും നേരം കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം പാഷൻ ഉണ്ടാവണം. അതുപോലെ പല പോയിന്റിൽ നമുക്ക് തളർന്നു പോയിട്ടുണ്ടാവും, പക്ഷെ അപ്പോഴും ഒന്ന് ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ അത്രയും ഫയർ ഉണ്ടാവും. കുറെ പേര് അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? മീൻസ് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്? ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഇവിടെ വന്നിടം തൊട്ട് എനിക്ക് കറക്റ്റ് വേണ്ടുന്ന റിസോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മൈൻഡിനെ ഒന്ന് സെറ്റ് ആക്കാൻ പറ്റിയില്ല. ആദ്യമൊക്കെ എനിക്ക് ഹോസ്റ്റല് പറ്റിയില്ലായിരുന്നു. എനിക്ക് വീട്ടിൽ പോകണം എന്നായിരുന്നു. പക്ഷെ പിന്നീട് പതുക്കെ പതുക്കെ അതിനോട് യോജിച്ച് കംഫർട്ടബിൾ ആയിട്ട് വന്ന്. പിന്നെ ഈ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആയാലും വാർഡൻസിന്റെ കെയർ ആയാലും ക്ലാസ് ടീച്ചറിന്റെ കെയർ ആയാലും പിന്നെ വീട്ടുകാരുടെ പിന്നെ കോർഡിനേറ്റേഴ്സ് ജോർജ് സാറ് അതൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു എനിക്ക് ഇനി എഴുതിയെടുക്കാൻ പറ്റുമെന്ന്. പിന്നെ ഇവിടുത്തെ റിസോഴ്സുകൾ ലൈബ്രറി ആണെങ്കിലും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതൊക്കെ മോൻ ഏത് ഹോസ്റ്റലിലാണ് നിന്നിരുന്നത്? ഞാൻ എബിനിസർ ഗ്രാൻഡ്. അടുത്ത വാർഡൻസും അതുപോലെ തന്നെ ക്ലാസ് ടീച്ചറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ജോർജ് സാറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പേരെടുത്ത് പറയാനും അത്രയ്ക്കും കടപ്പാടുള്ള ആരെങ്കിലും ഉണ്ടോ? അത്രയും നന്ദിയുള്ള, മീൻസ് നമുക്കറിയാം നമ്മൾ ഈ ത്രൂ ഔട്ട് ദ ജേർണി എന്ന് പറയുമ്പോൾ പറഞ്ഞു 2 വർഷം ഇവിടെ തന്നെയാണല്ലോ അല്ലെ പഠിച്ചത്? അപ്പോ അടുത്ത വർഷം ആകാശിലായിരുന്നു. ആയിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നോ? എത്രത്തോളം മോന് ഒന്നും കൂടി മോൾഡ് ചെയ്തെടുക്കാൻ പറ്റി ഈ ഒരു ജേർണി? ഇവിടുത്തെ കോമ്പറ്റീഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ഹോസ്റ്റലിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും എല്ലാം നല്ലോണം പഠിക്കുന്ന പിള്ളേർ. സോ അവരുടെ കൂടെ പഠിക്കുന്ന തന്നെ നല്ലൊരു എൻജോയ്മെന്റ് ആണ്, ത്രില്ലാണ്. പിന്നെ അതൊക്കെ തന്നെ എൻ്റെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഇനി മോൻ അഡ്മിഷൻ നോക്കുമ്പോൾ മോനെ ഏതെങ്കിലും ഒരു ഡ്രീം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? എവിടെയാണ് പഠിക്കേണ്ടതെന്നൊരു എയിം വെച്ചിട്ടാണോ ഇത്രയും നാൾ പഠിച്ചത്, അല്ലെങ്കിൽ ഇനി ഒരു ഡ്രീം ഉണ്ടോ? ഇതുവരെ ഡ്രീമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ലയിടത്ത് പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എയിംസ് കിട്ടുവാണെങ്കിൽ അങ്ങനെ, അതുകൊണ്ട് എനിക്ക് കിട്ടുവാണെങ്കിൽ 720 വേണ്ടി തന്നെ ഞാൻ പഠിച്ചത്. ആദ്യമൊക്കെ എങ്ങനെയും കിട്ടാനായിരുന്നു. പിന്നെ പിന്നെ ആ ഒരു ലക്ഷ്യം ഭയങ്കരമായിട്ട് വളർന്നു വന്നു. പിന്നീട് അതൊരു അത്യാഗ്രഹമായിട്ട് മാറി. എന്നാലും അതെങ്ങനെ അത്ര ഒരു ഫയർ ഉണ്ടാവാൻ കാരണം? എന്തുകൊണ്ട് എനിക്ക് ഇതന്നെ വേണം എന്ന് ആ ഒരു ഫീലിങ്സ് ഉള്ളിൽ നിന്ന് ഏതൊരു പോയിന്റിലാ വരാൻ കാരണം എന്താ? ഇവിടുത്തെ പ്രീവിയസ് ഇയറിന്റെ ഈ സ്റ്റുഡൻസിന്റെ ഒക്കെ മോട്ടിവേഷൻ സ്പീച്ചുകൾ, പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സുകൾ, അവര് ക്ലാസ്സിനൊപ്പം തന്നെ മോട്ടിവേഷനും എല്ലാം പ്രചോദനമായിരുന്നു. പിന്നെ ജോർജ് സാറിന്റെ മോട്ടിവേഷൻ. ഈ ഒരു ജേർണിയിൽ അല്ലെങ്കിൽ പറഞ്ഞു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം, എയിംസിൽ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആരെങ്കിലും ഒരു കട്ട മോട്ടിവേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ മോന്റെ ലൈഫിൽ ഉണ്ടായിരുന്നോ? ഇവിടുത്തെ ഫാക്കൽറ്റീസ് അത്യാവശ്യം നല്ല മോട്ടിവേഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് ജോബിൻ സാറിന് എനിക്ക് ഇഷ്ടമായിരുന്നു. പുള്ളിക്കാരന്റെ സ്കിൽസ്, ആ ഒരു സ്ട്രാറ്റജി, പഠിപ്പിക്കുന്ന രീതി എല്ലാം ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു പഠിക്കാനുള്ള ഇത്. പിന്നെ ചന്ദ്രരാജ് സാറ്, ഉല്ലാസ് സാറ്, ശ്രീ സാറ്, അവരെല്ലാം നല്ല എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോഴേ ക്ലിയർ ചെയ്തു. അപ്പോൾ ഇനി വരുന്ന സ്റ്റുഡൻസ് 2025 നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുറേ മിടുക്കന്മാരെ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു നല്ലൊരു സ്വീകരണമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നത്. അപ്പോൾ അവരോടൊക്കെ ഒരു സ്റ്റഡി മെത്തേഡ് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഒരു ഡോസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് മോന്റെ ഭാഗത്ത് നിന്ന്? നമ്മൾ മാക്സിമം പാഠങ്ങളിൽ ലിങ്കുകൾ കണ്ടെത്തി പഠിക്കണം. അപ്പം 3-4 പാഠങ്ങൾ നമുക്ക് ഒറ്റ സെക്ഷനായിട്ട് തീർക്കാൻ പറ്റും. അപ്പം വീണ്ടും റിവൈസ് ചെയ്യുന്നെങ്കിലും അങ്ങനെ ചെയ്യുമ്പം ഒരുപാട് ഈ
ടൈം വേസ്റ്റിംഗ് ഉണ്ടാകത്തില്ല. പിന്നെ 2025 സംബന്ധിച്ച് കോമ്പറ്റീഷൻ ഇനിയും കൂടുമായിരിക്കും. അപ്പം അത്യാവശ്യം ടഫായിരിക്കും. അതിനനുസരിച്ച് പഠിക്കേണ്ടി വരും. പിന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഈ 2 വർഷത്തെ ഈ ഒരു ജേണി കൊണ്ട് മോൻ പറയാനുള്ള ഒരു കാര്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക അല്ലെ. നമുക്കൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 720 തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഡ്രീം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അതാണ് മോന്റെ ഭാഗത്തു നിന്ന് പറയാനുള്ള ഒരു അല്ലെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും മോന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഫാമിലീസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ടോ? നമ്മൾ മനസ്സിരുത്തി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതിയാണെങ്കിൽ കൂടെ നിൽക്കും. അത്ര ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം എനിക്ക് ഹോസ്റ്റലിൽ അങ്ങനെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. അപ്പം നിങ്ങൾക്കത് എവിടെയാണോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഇനിയും മോൻ പറഞ്ഞു ഒരു എയിംസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ് നടക്കുന്നത്. ഇനിയും അങ്ങോട്ടും എല്ലാ ഡ്രീംസും അച്ചീവ് ചെയ്ത് നല്ല മിടുക്കനായിട്ട് തന്നെ ഒരു നല്ലൊരു ഡോക്ടറായിട്ട് ഇവിടേക്ക് തിരിച്ചു വന്ന് ഞങ്ങളെയൊക്കെ കാണണം. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.